എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഒരു വാളയാണ്, 2 വാള എനിക്ക് കിട്ടി. അതിൽ ഒരു വാള നമുക്ക് തേങ്ങാപ്പാലി വറ്റിച്ചെടുക്കാം. അതിന് വേണ്ടി വാള വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കുന്ന കാണിച്ചു തരാം അറിഞ്ഞുകൂടാത്തവർക്ക്. ഈ സ്ക്രബ്ബർ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഉരച്ചെടുക്കാം, ഇതിൻ്റെ ചുണ്ണാമ്പ് കളയാം. അപ്പം ഞാൻ പിച്ചാത്തിയിട്ടാണ് എടുക്കുന്നത്. ഈ തലയുടെ ഈ ചുണ്ടങ്ങ് കട്ട് ചെയ്ത് കാണാം. അത് നല്ല മുള്ളാണ്, കയ്യിൽ കൊണ്ടാൽ മുറിയുകയും ചെയ്യും, പഴുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരു ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകി എടുക്കാം. അപ്പോൾ ആ ചുണ്ണാമ്പൊക്കെ അങ്ങ് പോവും. മീനിവിടെ നല്ലവണ്ണം വൃത്തിയാക്കി ഉപ്പിട്ട് ഉരച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. ചെറിയ ഉള്ളി വേണം, മണമുള്ള പച്ചമുളക് അത് ഞാൻ കാണിച്ചു തരാം, കറിവേപ്പില വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വേണ്ട ഈ മുളക്, ഈ മുളക് പഴുത്തുപോയി, മണമുള്ള മുളക്, ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഈ മുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് ഇടാം. വേറെ പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ ഒരു പൊടിയും ചേർക്കില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുമ്പോൾ മീൻ പറക്കി വെച്ചു അതിലിട്ട് കൊടുക്കാം. കഴിഞ്ഞപ്പോൾ നമുക്ക് കഷ്ണം പറക്കി വെച്ച് കൊടുക്കാം. തലയൊന്നും ഇതിലിട്ടില്ല, കഷ്ണം മാത്രം, മീൻ കഷ്ണം മാത്രം. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമുക്ക് തുറന്നൊന്ന് അടപ്പ് മാറ്റിയൊന്ന് നോക്കാം. എന്നിട്ടൊന്ന് ചിറ്റി കൊടുക്കാം. തിളക്കുകയാണ് ഇവിടെ, നല്ലതുപോലെ തിളക്കുകയാണ്. ഇത് വറ്റണം. കറി ഇവിടെ ഏകദേശം റെഡിയായി. വേണമെങ്കിൽ പഴുത്ത തക്കാളി ഇടാം. ഞാനതൊന്നും ഇടില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഞാൻ കറിവേപ്പില ഇട്ട് ഇറക്കുന്നേ ഉള്ളൂ. എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. 1 മുറി തേങ്ങയുടെ പാലിലാണ് ഞാൻ എടുത്തത്. ഈ മണമുള്ള പച്ചമുളക് ഇടുമ്പോഴാണ് ഇത്തിരി കൂടി ടേസ്റ്റ് വരുന്നത്.